ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ആ ഇഡ്ഡലി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കൂടി അത് കൃത്യമായിട്ട് നല്ല സോഫ്റ്റായിട്ട് പലർക്കും കിട്ടാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. രണ്ട് ഗ്ലാസ് അരി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് അരി, പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്ന്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത്, എന്ത് അളവാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരളവ് ഉഴുന്നും 2 അളവ് അരിയും പച്ചരി ആണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ഒരു 4 ടേബിൾ സ്പൂൺ ചോറ്, വേവിച്ച ചോറ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ അരിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചോറ് ഇടുന്നുണ്ട്. പിന്നെ ചോറിൻ്റെ ഒപ്പം ഉഴുന്ന് കുതിർത്തിയ വെള്ളം, അപ്പോൾ അതായത് കഴുകി അരിച്ച് നല്ല വെള്ളത്തിൽ മാത്രമേ ഇത് ഉഴുന്നും അരിയൊക്കെ ഇടാൻ പാടുള്ളൂ. അരി അങ്ങനെ ആയാലും കുഴപ്പമില്ല, അരി കഴുകി കളയാം, പച്ചരിയുടെ വെള്ളം കളയാം. പക്ഷെ ഉഴുന്ന് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ആ കുതിർന്ന വെള്ളമാണ് അരി അരയ്ക്കാൻ ഇടേണ്ടത്. അപ്പോൾ അതിൽ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരി അരച്ചെടുക്കണം. പിന്നെ വീണ്ടും അതുപോലെ ഉഴുന്നും വെള്ളം കുറവായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഉഴുന്ന് അങ്ങനെ അരച്ച് തീർന്നതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അരച്ച പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. കൈകൊണ്ട് നല്ലപോലെ അടിക്കണം. അപ്പോൾ അതായത് രണ്ടാമത്തെ ട്രിപ്പാണ്. അരി അരച്ച് കഴിഞ്ഞിട്ട് അതേ പാത്രത്തിൽ തന്നെ ഉഴുന്നിട്ടു. അതും ഇനി നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ച് എടുക്കണം. നല്ല സ്മൂത്താവണം, അടിച്ചടിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടണം. പണ്ടൊക്കെ ആട്ടുകല്ലിലാണ് ഉഴുന്ന് അരച്ചിരുന്നത്. അപ്പോൾ അത് അരച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് പൊന്തി കിടക്കും. അത്രയും സോഫ്റ്റായിട്ട്, നമ്മളൊക്കെ പറയുക ഊതിയാൽ പറക്കണം എന്നാണ് പറയാം. അതുപോലെയുള്ള രീതിയിൽ അരച്ചെടുക്കണം ഉഴുന്നൊക്കെ. ഇപ്പോൾ മിക്സിയിലാവുമ്പോൾ അത്ര തന്നെ ഒന്നും സോഫ്റ്റായിട്ടൊന്നും കിട്ടാറില്ല. എങ്കിലും ഇപ്പോൾ ഇതുപോലെയൊക്കെ നന്നായിട്ട് നൈസായിട്ട് അരച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ലപോലെ അടിക്കുക, കൈ കൊണ്ട് അടിച്ചിടണം. അങ്ങനെ അപ്പം തന്നെ അടിച്ച് പാകമാക്കിയിട്ട് വയ്ക്കണം. പിന്നെ രാവിലെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഈ അരി 6 മണിക്കൂർ 6 മണിക്കൂറെങ്കിലും കുതിരണം. രാവിലെ ഒരു 9 മണിക്ക് വെള്ളത്തിലിട്ടു. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് അരച്ച് വയ്ക്കണം. അത്രയും നേരത്തെ അരയ്ക്കണം, 4 മണിക്കെങ്കിലും അരയ്ക്കണം. അപ്പോൾ 4 മണിക്ക് അരച്ച് വെച്ചാൽ പിന്നീട് രാവിലെ എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കുക. അപ്പോൾ മാവ് കണ്ട നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇളക്കി മറിക്കാൻ പാടില്ല. മെല്ലെ അതിന്ന് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് വേണം ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിക്കാൻ. അത് തട്ടിൽ കുറച്ച് എണ്ണമയം പരത്തിയിട്ട് ഇഡ്ഡലി വയ്ക്കുക, എന്നിട്ടത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിങ്ങനെ ഞാൻ 2 തട്ടേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് 2 തട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. 2 തട്ടിൽ ഒഴിച്ചിട്ടത് രണ്ട് തട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 തട്ട് ഞാൻ വേവിച്ചെടുത്തു. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് കമ്പി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കി വേവ് പാകമാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് വേവിച്ച ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത്. കണ്ടോ?
നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ട് കിട്ടാൻ ഇപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഡ്ഡലി സാമ്പാർ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാമ്പാറോ ചട്നി ചമ്മന്തിയോ ചമ്മന്തിപ്പൊടി അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അടുത്ത ഒരു റെസിപ്പി